ഹലോ ഫ്രണ്ട്സ്, പെറ്റ് ആൻഡ് ലീഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊരു കൂട്ടുകാരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു അഡീനിയം കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ചെറിയ തൈ നമ്മുടെ വീട്ടിൽ മുളപ്പിക്കുന്ന തൈയിലും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കളറ് പൂവുള്ള ചെടിയിലും നമുക്ക് പല കളേഴ്സ് ഇങ്ങനെ ഒരു ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് മുന്നിൽ ഞാൻ ഒരു ചെടിയിൽ തന്നെ 3 കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. എൻ്റെ ഈ അഡീനിയം ചെടിക്കകത്ത് ഞാൻ 3 കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ പൂവാണ് ഈ ചുമന്ന നിറത്തിലുള്ള പൂവാണ് ഒറിജിനൽ പൂ. ഇത് കരുനാഗപ്പള്ളി സ്കൂളിലെ നൂർജഹാൻ ടീച്ചർ എനിക്ക് തന്ന ഒരു അഡീനിയത്തിൻ്റെ കമ്പ് ഇതിനകത്ത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത്. അത് നോക്കിക്കേ, നല്ല മഞ്ഞ അടുക്കാണ്. അപ്പോൾ ആ ഒരു കളറ് ഇതിനകത്ത് പിടിപ്പിക്കാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ളൊരു പൂവായിരുന്നു. കുറച്ച് ദിവസമായത് വിരിഞ്ഞിട്ട്. അതാണ് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോയി. പക്ഷേ തൊട്ടടുത്ത് തന്നെ വീണ്ടും അതിൻ്റെ ഒരു മൊട്ട് വരുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഗ്രാഫ്റ്റ് പിടിച്ച ഉടനെ തന്നെ പൂവും മൊട്ടും ഒക്കെ അതിനകത്തങ്ങ് വന്നു. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം ഇതിനകത്ത് ആ ഗ്രാഫ്റ്റ് പിടിച്ചിരിക്കുന്നത് നോക്കിക്കേ, മദർ പ്ലാന്റിൽ നിന്നും ഇതിനകത്തോട്ട് ആ വിടവ് കണ്ടോ, അവിടെ വെച്ച് അത് ജോയിൻ്റ് ആയിരിക്കുന്നത് കണ്ടോ. അതുപോലെ വേറൊരു കളറ് ചുമന്ന അടുക്കാണ് ഇത്. ഇതാ കണ്ടോ, ഇവിടാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു മുഴച്ച് നിൽക്കുന്ന ഭാഗമില്ലേ, ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് നല്ല അടുക്കാണ്. ആള് വീക്കായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിലും അതിനെടുക്കാൻ വയ്യാത്ത ഒരു പൂവാണ് അതിനകത്ത് വരുന്നത്. ആ പൂ അതിൻ്റെ മദർ പ്ലാന്റിൽ പൂത്ത് നിൽപ്പുണ്ട്. അത് നമുക്കൊന്ന് കാണാം. നേരത്തെ പറഞ്ഞ ചുമന്ന പൂക്കളുള്ള ആ മദർ പ്ലാന്റ് നേരത്തെ നമ്മൾ അവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. അതും വിരിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോയത്. ഇത് 10 വർഷം പ്രായമായ ഒരു ചെടിയാണ്. അതിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഈ ചെടി. ആദ്യത്തെ മദർ പ്ലാന്റിനേക്കാളും ആരോഗ്യമായിട്ടുള്ള ഒരു ചെടി എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഭാഗമാണ് ആ തടിച്ച് കാണുന്ന ഭാഗമില്ലേ, അവിടെ വെച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നതെന്ന് നമുക്ക് കാണാം. ഇത് ഞാനിവിടെ വീട്ടിൽ വളർത്തി വിത്ത് നട്ടെടുത്ത ഒരു ചെടിയാണ്. ശാഖകളൊക്കെ വരാൻ വേണ്ടി ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇതിൻ്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. പുതിയ ബ്ലേഡ് തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടുന്നത്. ഇപ്പം ഞാൻ നോക്കിക്കേ, ഏത് ചെടിയാണോ അത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞാനിത് മുറിച്ച് മാറ്റുകയാണേ. മുറിച്ച് ഇനി അടുത്തത് ഈ കമ്പാണ് ഞാനിതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്നത് ഒരുപാട് ഇളതാകരുത്, അങ്ങ് വലിയ മുറ്റിപ്പോയ കമ്പും ആകരുത്. ഇതിൻ്റെ വട്ടവും നമ്മൾ ഏത് ചെടിയിന്മേലാണോ വെക്കേണ്ടുന്നത് അതിനേക്കാൾ ഒരു ഇത് കുറഞ്ഞതായിരിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് ഇത് വേണമെങ്കിലും എടുക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതാണ്. ഇത് ഞാൻ മുറിച്ചെടുക്കുകയാണേ. മുറിച്ചു. ഇനി എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കഷ്ണമൊക്കെ വെച്ചതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ തലയേത് വാലേതെന്നുള്ളൊരു സംശയം വരും. അത് കറക്റ്റ് ആക്കി തന്നെ നമുക്ക് വെക്കേണ്ടുന്നതുണ്ട്. ഗ്രാഫ്റ്റ് പേപ്പർ, ചെറിയ ഗ്രാഫ്റ്റ് പേപ്പറും കിട്ടാറുണ്ട്, വീതി കുറഞ്ഞത്. എനിക്കിവിടെ മറ്റ് ഇതിനുമൊക്കെ എയർ ലെയറിങ്ങിനും ഒക്കെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വീതിയുള്ള പേപ്പർ ഞാൻ എടുത്തത്. അതൊന്ന് കുറച്ച് പേപ്പർ മുറിച്ചെടുത്ത് അതിന് ശേഷം ഈ കമ്പ് ഉണ്ടല്ലോ, അതൊന്നുകൂടെ ഞാനൊന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ഇത്ര നീളത്തിനുള്ള ഒരു കമ്പിനകത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഓർമ്മിച്ചോളണം, ഇതതിൻ്റെ വാലറ്റാണ്, ഇതതിൻ്റെ തലയാണ്. വാലറ്റും തലയും തിരിഞ്ഞു പോവുകയേ ചെയ്യരുത്. അപ്പോൾ ആ വാലിൻ്റെ ഭാഗത്ത് ഞാൻ ആ ഗ്രാഫ്റ്റ് പേപ്പർ ആദ്യമേ കൊണ്ടുവന്ന് ഇതൊന്ന് വെച്ചതിന് ശേഷം ഇവിടെ വെച്ചു. കറക്റ്റ് ഇവിടെ വെച്ച് ഗ്രാഫ്റ്റ് പേപ്പർ ഇങ്ങനെ വെച്ച് ടൈറ്റാക്കി. കണ്ടോ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റിന് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചു ടൈറ്റാക്കി.
ഒരു റബ്ബർ ബാൻഡ് ഇവിടെ പിടിച്ചത് തീർന്നു. ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിംഗ്. ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് മതി. അതിനൊക്കൊന്നുമില്ല, നല്ല ടൈറ്റായിട്ടിരിക്കുക. കഴിഞ്ഞു. ഗ്രാഫ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തൂടെ കവറിട്ട് മൂടുകയോ ഒന്നും വേണ്ട. ഇത് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് പൊട്ടി ഇതിനകത്തൂടെ ഇറങ്ങി പുറത്തേക്ക് വരും. ഇതിൻ്റെ ബാക്കി ബ്രാഞ്ചസ് ഒക്കെ നമുക്കങ്ങ് വെട്ടിക്കളയാം. അപ്പം ഇതിൽ മാത്രം അതിൻ്റെ മുഴുക്ക ശ്രദ്ധയും പോവും. അപ്പം ഇതിന് വീണ്ടും ഒരു കമ്പുണ്ട്, അത് ഞാൻ വെട്ടി. നേരത്തെ 2-3 കളറിൽ നിന്നല്ലോ, അതിനകത്ത് ഒരു കളറൂടെ ആകട്ടെ. ഇത് മഴയൊന്നും ഏൽക്കാതെ വെക്കണം, അല്ലാതെ വെയിൽ തട്ടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ ആ കടലാസ് പൊട്ടിച്ച് കളയോ റബ്ബർ ബാൻഡ് ഇളക്കി കളയോ ഒന്നും വേണ്ട. 2 ആഴ്ച കഴിയുമ്പോൾ തനിയെ ഈ റബ്ബർ ബാൻഡ് പൊട്ടും. അല്ലെങ്കിൽ ഈ മുളയൊക്കെ വന്ന് പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് പതുക്കെ റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല, കാരണം തനിയെ അതങ്ങ് പൊട്ടുകയാണ് ചെയ്യുന്നത്. തനിയെ കവറൊക്കെ ഇളകി പോവുകയും ഇതൊരു പുതിയ ചെടിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇനി ഇതേപോലെ നേരത്തെ അതിൻ്റെ കൂടെ ഞാൻ ബഡ് ചെയ്ത് പൊടിപ്പിച്ച് കിളുത്ത് വന്ന ഒരു തൈ കൂടെ കാണിക്കും. ഇത് അത് നേരത്തെ നമ്മളൊരു 2-3 കളറ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് കാണിച്ചില്ലേ, അതിൻ്റെ കൂടെ ഒരു തൈയിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നല്ല വലിയ ഷൂട്ടൊക്കെ ഇതിനകത്ത് വന്നതാണ്. പൂച്ച തട്ടിയിട്ട് അതിൻ്റെ ഷൂട്ടങ്ങ് ഒടിഞ്ഞു പോയി, നശിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, രക്ഷപ്പെട്ട് കിട്ടി. ഇതാ ഒരു ഷൂട്ട് വീണ്ടും വരുന്നുണ്ട്. അതിൻ്റെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഒന്ന് നോക്കിക്കേ, മറ്റേ ആ മദർ പ്ലാന്റുമായിട്ട് ചേർന്നിരിക്കുകയാണ്. വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് അതങ്ങനെ ഒരു മുഴ പോലെ അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ ആ വിടവ് നമുക്ക് കാണാൻ പറ്റും. മദർ പ്ലാന്റും ബേബി പ്ലാന്റുമായിട്ടുള്ള ആ ജോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.